ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനയുടെ വളകാപ്പ് ചടങ്ങേ ഇനി നടക്കില്ല. അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് സേതുമാധവൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു. അത് കേട്ട് അർച്ചനയും സച്ചിയും കണ്ണു മിഴിച്ചു നിൽക്കുന്ന ആ കാഴ്ച, ഹോ എന്റെ ദൈവമേ, എന്നെ ഇങ്ങനൊരു കാഴ്ച നീ കാണിച്ചു തന്നല്ലോ. ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മനോബലം എനിക്കില്ല. എല്ലാവരും എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സച്ചേട്ടോ, ഞാൻ ഇറങ്ങിപ്പോയതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോളൂ. പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. ഇതെന്റെ അപേക്ഷ. മോളെ മോളെ ഇതുപോലൊരു സന്തോഷം ഞാൻ എന്റെ ജന്മത്ത് അനുഭവിച്ചിട്ടില്ല. എന്താ കാര്യം ചോദിക്കേ? ഓ, തന്റെ നാക്കെടുക്കാൻ പറ്റില്ലല്ലോ, അത് ഞാനങ്ങ് മറന്നു. എടോ, താൻ അറിഞ്ഞോ? അർച്ചനയുടെ വളകാപ്പ് ചടങ്ങേ ഇനി നടക്കില്ല. അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് സേതുമാധവൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു. അത് കേട്ട് അർച്ചനയും സച്ചിയും കണ്ണു മിഴിച്ചു നിൽക്കുന്ന ആ കാഴ്ച, ഹോ എന്റെ ദൈവമേ, എന്നെ ഇങ്ങനൊരു കാഴ്ച നീ കാണിച്ചു തന്നല്ലോ. ആഹാ, കണ്ണു നിറഞ്ഞല്ലോ. അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കാത്തതില് തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? എഴുന്നേക്കാനും വാ തുറക്കാനും പറ്റാത്ത ഈ കോലത്തിൽ താൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലാനുള്ള വാശി തന്റെ ഉള്ളിലുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കിടക്കാനാ തന്റെ വിധി. ഹലോ മൂർത്തി. എന്തായി? ഞാൻ എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ? എന്ത് വേണമെന്ന് ഞാൻ പറയാം. മൂർത്തി തയ്യാറായിട്ടിരുന്നോ? ചടങ്ങ് മുടങ്ങിയല്ലോ അല്ലേ? മുടങ്ങിയെന്ന് പറയാറായിട്ടില്ല. പക്ഷെ കിളവൻ അതിൽ പങ്കെടുക്കില്ല. അഥവാ ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെന്ത് വേണമെന്ന് ഞാൻ പറയാം. ശരി, ഞാൻ എന്തിനും റെഡിയാ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ആ കിളവിന് വരില്ല. പേടിച്ചു പോയി പാവം.
അച്ചു, മോളെ നീ ഇങ്ങനെ കരയല്ലേ? ചടങ്ങ് നടത്തുന്നല്ല സേതുവട്ടം ഒരു വിരോധമില്ലെന്ന് പറഞ്ഞില്ലേ? സന്ദീപൻ ധനുഷും ചെന്ന് വിളിച്ചപ്പോ സേതുവട്ടം വരികയും ചെയ്തു. ഇനിയും മോളെന്തിനാ കരയുന്നേ? സച്ചേട്ടാ, അച്ഛൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് അച്ഛൻ പറയുകയും ചെയ്തു. അച്ഛൻ പങ്കെടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ചടങ്ങ് നമുക്ക് നടത്താം. സച്ചേട്ടൻ എന്ത് പറയുന്നു? പേരിനൊരു ചടങ്ങായിട്ടാണെങ്കിലും ഇത് നടത്തിയേ പറ്റൂ. അർച്ചന, താൻ കരച്ചിലൊന്ന് നിർത്ത്. കരയില്ല മോളെ. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. ഒരു ചടങ്ങും വേണ്ട. അർച്ചന, മോളെ അച്ചു, എഴുതി മഹാലക്ഷ്മി, അകത്തേക്ക് വാ.